ഓസ്റ്റോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് എല്ലിന് ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന കട്ടി, അത് ഒരു 40 അല്ലെങ്കിൽ 30 തൊട്ട് 40 വയസ്സ് വരെ ആ കട്ടി നല്ലപോലെ ബോൺ ക്വാളിറ്റി, അത് കട്ടി അല്ലെങ്കിൽ ബോൺ ക്വാളിറ്റി എന്ന് പറയും. അപ്പം അത് നമ്മൾ 30 അല്ലെങ്കിൽ 40 വയസ്സ് വരെ നമ്മുടെ കാൽഷ്യവും വൈറ്റമിൻ ഡിയും മഗ്നീഷ്യവും എന്ന മിനറൽസ് എല്ലാം കൂടി ചേർന്ന് അത് നല്ലൊരു ബോൺ ക്വാളിറ്റി കൊടുക്കുന്നു. അപ്പൊ ജനിച്ചു തൊട്ട് 30 അല്ലെങ്കിൽ 40 വയസ്സ് വരെ ഈ ബോണിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. ആ 30-40 വയസ്സ് കഴിയുമ്പോൾ പ്രായം നമുക്ക് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും രണ്ട് രീതിയിൽ തന്നെ, പുരുഷന്മാരും സ്ത്രീകളും രണ്ട് രീതിയിൽ തന്നെ അത് 30 അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷം അത് ബോൺ ക്വാളിറ്റി കുറയുന്നതാണ്. അത് പല രീതിയിൽ പറയാം. ഇപ്പം സ്ത്രീകളിലാണെങ്കിൽ സ്ത്രീകളുടെ ഹോർമോൺസ് ആയ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിന്റെയും വ്യത്യാസങ്ങൾ കാരണം ബോൺ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ് അത് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അത് പെട്ടെന്ന് കുറയുന്നതായിരിക്കും. അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 60 വയസ്സ് തന്നെ നല്ലതുപോലെ ബോൺ ക്വാളിറ്റി കുറയുന്നതായിരിക്കും. പക്ഷെ പുരുഷന്മാരിൽ അത് 70 അല്ലെങ്കിൽ 80 വയസ്സിലായിരിക്കും ബോൺ ക്വാളിറ്റി നല്ലതുപോലെ കുറയുന്നത്. അപ്പം ഇതുണ്ടാകുന്ന ആ എല്ലിനുണ്ടാവുന്ന ഒരു സോഫ്റ്റനിങ് അല്ലെങ്കിൽ ബലക്ഷയമാണ് ഓസ്റ്റോപോറോസിസ് എന്ന് പറയുന്നത്. അത് പ്രായത്തിനനുസരിച്ച് മാറുകയും ചെയ്യും. 20 അല്ലെങ്കിൽ 30 വയസ്സിൽ ഉണ്ടാകുന്ന ഒരു ബോൺ ക്വാളിറ്റി 50-ലോ 60-ലോ പുരുഷന്മാരിലോ സ്ത്രീകളിൽ ഉണ്ടാകുന്നതല്ല. അത് കാരണം പല അസുഖങ്ങളും പല ഫ്രാക്ചറുകളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഓസ്റ്റോപോറോസിസ് എന്നൊരു അസുഖം ആയിട്ട് തന്നെ നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. ഓസ്റ്റോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോൺ ക്വാളിറ്റി, ഞാൻ പറഞ്ഞ പോലെ അത് നോർമലായിട്ട് നടക്കുന്ന കാര്യം. കൂടുന്ന ഒരു മല കയറുന്ന പോലെയാണ്. മല നമ്മൾ കയറുന്നത് തന്നെ നമുക്ക് കയറാൻ പറ്റുന്ന 30 അല്ലെങ്കിൽ 40 വയസ്സ് മുമ്പ് നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റുന്നതാണ്. 40 അല്ലെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ മല കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ അസുഖം വരുന്നത് നോർമലായിട്ട് ഒരു ഫേസിൽ കൂടെ നമ്മളത് പോകുമ്പോൾ തന്നെയാണ്. അപ്പം 40-50 വയസ്സ് നമ്മൾ എത്രത്തോളം നമുക്ക് എല്ലിന്റെ കട്ടി നമ്മുടെ അഡോളസൻ ഏജിൽ നമുക്ക് കൂട്ടാൻ പറ്റുന്നു, അതനുസരിച്ചുള്ള ബോൺ ക്വാളിറ്റി നമുക്ക് 40-50 വയസ്സിൽ കിട്ടും. അതിനുശേഷം ഈ നമ്മുടെ ബോൺ ക്വാളിറ്റി നല്ലതാണെങ്കിൽ അത് കുറയുന്നത് ഒരു 30-40 വർഷം കൊണ്ടായിരിക്കും. സോ 70 അല്ലെങ്കിൽ 80 ഇയേഴ്സ് വരെ നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് കുറയുമ്പോഴത്തേക്ക് അത്ര കുറവ് കാണത്തില്ല. പക്ഷെ 40-50 വയസ്സിൽ നമ്മുടെ ബോൺ ക്വാളിറ്റി പൂവർ ആണെങ്കിൽ അത് പിന്നെ 50-60 വയസ്സാകുമ്പോഴത്തേക്ക് വേറൊരു വ്യക്തിയെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ആ പേഷ്യന്റ് ബോൺ ക്വാളിറ്റി ഭയങ്കര പൂറായിരിക്കും. അപ്പം നമുക്ക് എത്രത്തോളം ബോൺ ക്വാളിറ്റി ഒരു 30-40 വയസ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതനുസരിച്ചിരിക്കും ഓസ്റ്റോപോറോസിസ് എന്ന അസുഖം എത്രത്തോളം ആ വ്യക്തിയെ എഫക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓസ്റ്റോപോറോസിസിന് പൊതുവായ ലക്ഷണം എന്ന് പറയുന്നത് വേദന തന്നെയാണ്. നമ്മുടെ അസ്ഥിയിൽ ടെൻഡനുകളോ അല്ല ലിഗമെന്റ്സോ വന്ന് ജോയിൻ ചെയ്യാറുണ്ട്. വെച്ചാൽ നമ്മുടെ പേശികൾ വന്ന് അറ്റാച്ച് ചെയ്യാറുണ്ട്. ആ പേശികൾ അറ്റാച്ച്മെന്റ് ഈ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വേദനകൾ, ഒരു സ്ട്രെയിൻ കാരണം വലിച്ചിലുണ്ടാകുമ്പോൾ ആ എല്ലുകളിൽ വേദന ഉണ്ടാകും. അതാണ് ബോൺ പെയിൻ ആയിട്ട് പേഷ്യന്റ് കംപ്ലൈന്റ് ആയിട്ട് പറയാറുണ്ട്. പിന്നെ ബോൺ ക്വാളിറ്റി കുറയുന്നതനുസരിച്ച് ഒരു ചെറിയ വീഴ്ചയിൽ തന്നെ പെട്ടെന്ന് തന്നെ ബോൺ പൊട്ടലുകൾ ഉണ്ടാകാൻ പറ്റുന്നു. ഫ്രാക്ചർ ഉണ്ടാകാൻ ഭയങ്കര എളുപ്പമാണ് ഈ ഓസ്റ്റോപോറോസിസ് കൂടുതലായിട്ടുള്ള പേഷ്യൻസിൽ. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന ഓസ്റ്റോപോറോസിസിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫ്രാക്ചറുകൾ തന്നെയാണ്. അത് ട്രീറ്റ് ചെയ്യാനും പാടാണ്, അത് പെട്ടെന്ന് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് ഈ പേഷ്യൻസുകളിൽ. ഓസ്റ്റോപോറോസിസ് നമുക്ക് കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ബോൺ ക്വാളിറ്റി പൊതുവെ നല്ലതായിരിക്കും. അത് കാരണം നമുക്ക് ഓസ്റ്റോപോറോസിസ് അസുഖം നമുക്ക് കുറെ നാളത്തേക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഒരു 50 അല്ലെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിന്റെ ഘടനകളുടെ വ്യത്യാസങ്ങൾ കാരണം നമ്മുടെ ബോൺ ക്വാളിറ്റി വലിയ രീതിയിൽ തന്നെ അത് കുറയുന്നതാണ്. അത് കാരണം നമുക്ക് ഫ്രാക്ചറുകളും വേദനകളും ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ആ വ്യക്തിയെ പറഞ്ഞ് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് അതനുസരിച്ചുള്ള ആക്ടിവിറ്റീസേ ചെയ്യാവൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓസ്റ്റോപോറോസിസ് വന്നാൽ പോലും നമുക്ക് ഓസ്റ്റോപോറോസിസ് വന്നാൽ പോലും ആ വ്യക്തികൾക്ക് ഒരു പരിധി വരെ അതിന്റെ സിംറ്റംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് എഡ്യൂക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ഓസ്റ്റോപോറോസിസിന്റെ ട്രീറ്റ്മെന്റുകളുണ്ട്. അതനുസരിച്ച് നമ്മുടെ ബോൺ ക്വാളിറ്റി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കൂടാതെ തന്നെ
നമ്മൾ കാൽഷ്യവും വൈറ്റമിൻ ഡിയും ചെറുപ്രായത്തിൽ തന്നെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ, എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ സ്ത്രീകളിൽ കാൽഷ്യത്തിന്റെ വൈറ്റമിന്റെ അളവ് യൂഷ്വലി പൊതുവെ ഒരു കുറവുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അത് ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്താൽ, നല്ലപോലെ ട്രീറ്റ് ചെയ്താൽ അവരെ ഈ ബോൺ ക്വാളിറ്റി ഒരു 40-50 വയസ്സാകുമ്പോഴത്തേക്ക് നല്ലതുപോലെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പം അവരിൽ നമ്മൾ ഈ ഓസ്റ്റിയോപോറോസിസ് കുറച്ചും കൂടി ഡിലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലക്ഷണങ്ങൾ 40-50 വയസ്സിന് ശേഷം എല്ലുകളിൽ ഉണ്ടാകുന്ന എന്ത് വ്യത്യാസങ്ങൾ, വേദനകളാണെങ്കിലും, അത് കാൽമുട്ടിലെ വേദനകളാണെങ്കിലും, ഏതെങ്കിലും ജോയിന്റ്സിന് പെയിൻ വന്നാൽ പോലും നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഓസ്റ്റിയോപോറോസിസ് എന്ന അസുഖം തന്നെയാണ്. അതിന് നമ്മൾ ആ പ്രായത്തിൽ ഏത് വേദനയ്ക്കും നമ്മൾ ഓസ്റ്റിയോപോറോസിസ് കാരണം വേദനകളും ഉണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ഡയഗ്നോസ് ചെയ്ത് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ബാക്കി ഉള്ള അസുഖങ്ങളോട്ട് നമ്മൾ പോകാൻ. ഓസ്റ്റിയോപോറോസിസ് ആണ് ഒരു നല്ല ശതമാനം വേദനകളുടെയും ഒരു കോസായിട്ട് വരാറുള്ളത്. ഓസ്റ്റിയോപോറോസിസ് ഞാൻ പറഞ്ഞ പോലെ ബോൺ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അപ്പം അത് നമ്മുടെ രക്തത്തിൽ നമ്മൾ കാൽഷ്യത്തിന്റെ അളവും വൈറ്റമിൻ ഡിയുടെ അളവുകളും നോക്കുമ്പോൾ അത് കുറവാണെങ്കിൽ അതിന് നമുക്ക് സപ്ലിമെന്റേഷൻസ് കൊടുക്കാൻ പറ്റും. കാൽഷ്യം സപ്ലിമെന്റേഷൻസ് നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് കുറെ ടാബ്ലറ്റ്സുകൾ ഉള്ളതാണ്. അത് കൂടാതെ തന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ടാബ്ലറ്റും അവൈലബിൾ ആണ്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ 4 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച വരെ ആഴ്ചയിൽ ഒരു ടാബ്ലറ്റ് വെച്ച് 4 ആഴ്ച 6 ആഴ്ച വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓസ്റ്റിയോപോറോസിസ് നമുക്ക് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു അസുഖം തന്നെയാണ്. അത് നമ്മൾ അതിന്റെ കാഠിന്യം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്ന് മാത്രമാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയുന്ന എല്ലിന്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ പറ്റുന്ന കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ഡെക്സാ സ്കാൻ, വെർട്ടിബിൾ സ്കാനിങ് എന്ന് പറഞ്ഞ കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻസിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു വ്യക്തിയുടെ ബോൺ ക്വാളിറ്റി. അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപോറോസിസിന്റെ അസുഖം ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കണ്ടുപിടിക്കാനും അതിന്റെ ട്രീറ്റ്മെന്റ് നൽകാനും ഈ ഇൻവെസ്റ്റിഗേഷൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്.